ഹലോ, എൻ്റെ പേര് അക്ഷയ്. സോ നമ്മളിന്ന് പറയാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ ദ ലിവിങ് വേൾഡ് പഠിച്ചിരുന്നു. ഇതിൽ ഈ യൂണിറ്റിലെ ചാപ്റ്റേഴ്സ് എല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണ്. എന്നാലും തന്നെ നമുക്ക് ഈ യൂണിറ്റ് കംപ്ലീറ്റ് ആയിട്ട് തീർക്കണം. അത് കാരണമാണ് ഇപ്പോൾ ഈ ചാപ്റ്റർ എടുക്കുന്നത്. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. പിന്നെ കുറച്ച് ഔട്ട് പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണ്. മറന്നു പോകുന്നൊരു ചാപ്റ്ററാണ്. കണ്ടിന്യൂസ് ആയിട്ട് റിവൈസ് ചെയ്യേണ്ട ഒരു ചാപ്റ്ററാണ്. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ചാപ്റ്ററാണ്. കാരണം ഞങ്ങൾക്ക് ബ്രില്യൻറ്റിൽ തീർത്ത് ഏകദേശം 15 മണിക്കൂർ കൊണ്ടാണെന്ന് തോന്നുന്നു. 3 മണിക്കൂറിൻ്റെ 5 സെക്ഷൻ. ആ ഒരു 15 മണിക്കൂർ നല്ലൊരു ഉറക്കം തന്നെ ചാപ്റ്ററാണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതിനാൽ തന്നെ എൻ്റെ ഒരു ഫേവറേറ്റ് ചാപ്റ്ററാണിത്. അതുകൊണ്ട് ഞാൻ സാറിന് നോട്ട് എടുത്ത് നോക്കിയപ്പോഴത്തേക്കും ഒരു നിമിഷം ഞാൻ PhD ഡോക്ടറേറ്റ് എടുക്കാൻ വേണ്ടി പഠിക്കാമെന്ന് വിചാരിച്ചു പോയി. നോട്ട് എൻ്റെ ഒരു ക്ലാസ്മേറ്റിൻ്റെ നോട്ടായിരുന്നു. സോ ഞാൻ പറഞ്ഞു വന്ന ഇത്രേ ഉള്ളൂ. നമ്മൾ ഏറ്റവും കൂടുതൽ ഔട്ട് പഠിപ്പിക്കുന്ന ഒരു ചാപ്റ്ററാണ് ബയോളജി ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞത്. പക്ഷേ ഇവിടെ അത്രയും ഔട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ചുമ്മാ ഔട്ട് പഠിച്ച് ഒരു കാര്യമില്ല. പക്ഷേ ആവശ്യത്തിന് അത്യാവശ്യമുള്ള ഔട്ട് പഠിച്ചിരിക്കണം. സോ ഇപ്പോൾ ഞാൻ പറയുന്ന ഈ ഒരു കുറച്ച് ഔട്ട് സിലബസും ഹിഡൻ പോയിൻറ്റ്സും പറയും. സോ അതിൽ നിന്നായിരിക്കും 99% വരാൻ സാധ്യത. ഒരു 1% വേണ്ടിയിട്ട് നിങ്ങൾ കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇത്രയ്ക്കും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. 2019 പോലത്തെ ഒരു എക്സാമിനേഷൻ ആണെങ്കിൽ 2-3 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഔട്ട് ഓഫ് സിലബസ് വയ്ക്കണേ, അല്ലേ? സോ ആ 2-3 ക്വസ്റ്റ്യൻസ് ബയോളജി ക്ലാസിഫിക്കേഷൻ തന്നെയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ, സോ അപ്പോൾ നമുക്ക് അത്യാവശ്യമുള്ള ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എപ്പോഴും ചോദിക്കുന്ന കുറച്ച് ഔട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ടെക്സ്റ്റ് ചെയ്ത് തന്നെ പഠിച്ചാൽ മതി. നമുക്കിനി ചാപ്റ്ററിലേക്ക് കിടക്കാം. ചാപ്റ്ററിനകത്ത് നമുക്ക് പഠിക്കാനുള്ള ഒന്നാമത് ക്ലാസിഫിക്കേഷൻ. അതായത് നമുക്ക് 2 കിങ്ഡം പഠിക്കാനുണ്ട്. 3 കിങ്ഡം ഉണ്ട്, 4 കിങ്ഡം ഉണ്ട്, 5 കിങ്ഡം ഉണ്ട്, 6 കിങ്ഡം ഉണ്ട്. സോ നമ്മൾ ടെസ്റ്റിനകത്ത് പറഞ്ഞേക്കുന്നത് 2 കിങ്ഡം പറഞ്ഞിട്ടുണ്ട്, 5 കിങ്ഡം പറഞ്ഞിട്ടുണ്ട്, 6 കിങ്ഡം പറഞ്ഞിട്ടുണ്ട്. വേറെ ക്ലാസിഫിക്കേഷൻ അതായത് 3ഉം 4ഉം ഒന്നും പറഞ്ഞിട്ടില്ല. എന്നാലും നമ്മളത് ഒന്ന് ജസ്റ്റ് ആരൊക്കെയാണ് പ്രപ്പോസ് ചെയ്തതെന്ന് പഠിച്ചേക്കണം, നന്നായിരിക്കും. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പുതിയ ടെസ്റ്റ് തന്നെ വാങ്ങിക്കണം. പഴയ ടെസ്റ്റ് ഉപയോഗിക്കരുത്. ബയോളജിൻ്റെ കേസിൽ ബയോളജിൻ്റെ +1ഉം +2ഉം പുതിയ ടെസ്റ്റ് തന്നെ വാങ്ങിക്കണം. അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പോൾ പുതിയ ടെസ്റ്റിനകത്താണ് എൻ്റെ 6 കിങ്ഡം ക്ലാസിഫിക്കേഷനൊക്കെ ഉൾപ്പെട്ടിരിക്കുന്നത്. കുറേ ഉണ്ട് പുതിയ ടെസ്റ്റ് ഉൾപ്പെടുത്തേക്കാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ പുതിയ ടെസ്റ്റ് വാങ്ങിക്കുക. പിന്നെ നമുക്ക് രണ്ടാമതായിട്ട് പഠിക്കാനുള്ള കിങ്ഡം മൊണേറ. കിങ്ഡം മൊണേറയിനകത്ത് 2 ഡൊമൈൻസ്, യുബാക്ടീരിയ ആൻഡ് ആർക്കിയോബാക്ടീരിയ, പിന്നെ കിങ്ഡം പ്രോട്ടിസ്റ്റ, പിന്നെ കിങ്ഡം ഫഞ്ചൈ, പിന്നെ പ്ലാന്റ് കിങ്ഡം, അനിമൽ കിങ്ഡം. അത് ചെറുതായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ ഒരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിലും പരിഗണിക്കാത്ത ഒരു ജീവിയാണ് എന്നപോലെ സംശയമുള്ള എന്നാൽ ജീവിക്കുന്നവന് പണി വരുന്ന 3 വർഗ്ഗങ്ങൾ: വൈറസ്, വൈറോയ്ഡ്സ്, പ്രയോൺസ്, പിന്നെ ഒരു നല്ല കുട്ടി ലൈക്കൻ. ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ളത്. ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് നമുക്ക് 3 പാർട്സായിട്ട് ഈ ചാപ്റ്റർ തീർക്കാമെന്നാണ്. നമുക്ക് ഉടനെ തന്നെ തീർക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യം അറിയുന്ന ആരാണ് ഒരു സയൻറ്റിഫിക് അപ്രോച്ച് നടത്തിയത്, അതായത് നമ്മുടെ ക്ലാസിഫിക്കേഷനിലേക്ക് ഒരു സയൻറ്റിഫിക് അപ്രോച്ച് നടത്തിയത് ആദ്യമായിട്ട് നടത്തിയ ആരാണ് എന്നാണ് ഫസ്റ്റത്തെ ഒരു പേജിൽ പറയുന്നത്. അത് അരിസ്റ്റോട്ടിലാണ് ആദ്യമായിട്ട് ഒരു സയൻറ്റിഫിക് അപ്രോച്ച് നടത്തിയത്. അദ്ദേഹം ഈ സിമ്പിളായിട്ടുള്ള മോർഫോളജിക്കൽ ക്യാരക്ടർ, അതായത് മറ്റേ ഹൈറ്റ് അങ്ങനെയുള്ള ക്യാരക്ടർ വെച്ചിട്ട് അദ്ദേഹം പ്ലാന്റ്സിനെ 3ആയിട്ട് തിരിച്ചു. ഏതൊക്കെയാണ്? ട്രീസ്, ഷ്രബ്സ്, ഹെബ്സ്. അത് ഫസ്റ്റ് വെച്ച് പറഞ്ഞിട്ടുണ്ട്, ഒന്ന് അടയാളപ്പെടുത്തി വെക്കണതൊക്കെ. പിന്നെ അതുപോലെ തന്നെ അനിമൽസിനെ അദ്ദേഹം 2ആയിട്ട് തിരിച്ചു. ഏതൊക്കെയാണ്? 1 റെഡ് ബ്ലഡ് സെൽസ്, 2 വൈറ്റ് ബ്ലഡ് സെൽസ്. ഇതൊക്കെ വൈറ്റ് ബ്ലഡ് അനിമൽസ്. ഓക്കെ, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കാർൾ ലിനേഴ്സ് നമ്മുടെ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത്. 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ അത് ഏതൊക്കെയാണ്? പ്ലാന്റ്, അനിമാലിയ. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് എല്ലാ അനിമൽസിനെയും പ്ലാന്റ്സിനെയും ഇൻക്ലൂഡ് ചെയ്തു. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പറയുന്നത് ഇതിൻ്റെ ലിമിറ്റേഷൻസാണ്. എന്തൊക്കെയാണ് ലിമിറ്റേഷൻ? അതിനകത്ത് നമ്മുടെ യൂക്കാരിയോട്സിനും പ്രൊക്കാരിയോട്സിനും നമ്മൾ ഡിസ്റ്റിങ്വിഷ് ചെയ്തില്ല. അതുപോലെ തന്നെ ഫോട്ടോസിന്തറ്റിക് ആണോ നോൺ ഫോട്ടോസിന്തറ്റിക് ആണോ അതും അതിനകത്ത് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ യൂണിസെല്ലുലാർ, മൾട്ടി സെല്ലുലാർ, ഇത് രണ്ടിനും ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റിയില്ല. അതുപോലെ തന്നെ നമ്മുടെ ലാർജ് നമ്പർ ഓഫ് ഓർഗാനിസം, അതായത് നമ്മുടെ വൈറസ്, ബാക്ടീരിയ പോലുള്ള കുറേ ഓർഗാനിസത്തിനൊന്നും അദ്ദേഹത്തിന് ഉൾപ്പെടുത്താൻ പറ്റിയില്ല. ഓക്കെ, ഇതാണ് അദ്ദേഹത്തിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ ജനറലായിട്ട് ടെസ്റ്റ് കൊണ്ട് പഠിക്കുന്ന കാര്യങ്ങളാണ്. ഇതാണ് നമ്മൾ ഫസ്റ്റ് പേജിനകത്ത് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ. ഇത്രേ ഉള്ളൂ. ദെൻ നമ്മൾ അടുത്ത് എടുക്കുന്നത് നമ്മുടെ 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, 4 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, 5 കിങ്ഡം, 6 കിങ്ഡം, ഇത്തരം ക്ലാസിഫിക്കേഷനിലേക്കാണ് കിടക്കുന്നത്. ടെക്സ്റ്റിനകത്ത് 5 കിങ്ഡം, 6 കിങ്ഡം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ തന്നെ ഒരു നല്ലൊരു ക്യൂരിയോസിറ്റിയുള്ളൊരു കുട്ടിയാണെങ്കിൽ, അറിയാൻ ആഗ്രഹമുള്ളൊരു കുട്ടിയാണ് എന്തും പഠിക്കും. 3 കിങ്ഡം, 4 കിങ്ഡം എന്താണെങ്കിലും നോക്കും, അല്ലേ? സോ അത് തന്നെയാണ് അവർ നോക്കുന്നത്. അപ്പോൾ അത് ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. സോ ഇത്രയും പഠിച്ചാൽ മതി. എന്താണ് ബാക്കി 3 കിങ്ഡം, 4 കിങ്ഡം ക്ലാസിഫിക്കേഷൻ സിസ്റ്റം, പിന്നെ ആരാണ് പ്രപ്പോസ് ചെയ്തത്, അത്രയും പഠിച്ചാൽ മതി. 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ
പ്രപ്പോസ് ചെയ്യുന്നത് നമ്മുടെ ഹെക്കലാണ്. ഹെക്കൽ സ്പെല്ലിങ് HAECKEL. നിങ്ങൾ ടെസ്റ്റിൻ്റെ സൈഡിലോ എഴുതി വെച്ചോ. 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്യുന്ന ഹെക്കലാണ്. 3 കിങ്ഡം ക്ലാസിഫിക്കേഷനകത്ത് 3 കിങ്ഡം ആണുള്ളത്. അത് അനിമാലിയ, പ്ലാന്റ്, പ്രോട്ടിസ്റ്റ. ഓക്കെ, അനിമാലിയ, പ്ലാന്റ്, പ്രോട്ടിസ്റ്റ. ഇത്ര പഠിച്ചാൽ 3 കിങ്ഡം ക്ലാസിഫിക്കേഷനകത്ത്. അടുത്തത് 4 കിങ്ഡം ക്ലാസിഫിക്കേഷനാണ്. 4 കിങ്ഡം ക്ലാസിഫിക്കേഷനകത്ത് നമുക്ക് 4 കിങ്ഡം ഉണ്ട്. അത് പ്രപ്പോസ് ചെയ്യുന്ന കോപ്ലാൻഡ് ആണ്. കോപ്ലാൻഡ് സ്പെല്ലിങ് COPELAND. ഓക്കെ, കോപ്ലാൻഡ് ആണ് അത് പ്രപ്പോസ് ചെയ്തത്. അതിനകത്തുള്ള 4 കിങ്ഡം ഇതാക്കിയായിരുന്നു: പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, അനിമാലിയ. ഇതാണ് 4 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അത് കഴിഞ്ഞ് നമ്മുടെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ 6 ചുറ്റേക്ക്. സോ അതിട്ട് കിടക്കാം. അതിനു മുമ്പ് നമ്മുടെ 6 കിങ്ഡം ക്ലാസിഫിക്കേഷനെ കുറിച്ച് പറയാം. 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നമ്മുടെ പുതിയ ടെക്സ്റ്റിനകത്താണ് പറയുന്നത്. അപ്പോൾ പഴയ ടെസ്റ്റുള്ളവർ ഇപ്പം തന്നെ മാറ്റിക്കോ, ഉറപ്പായിട്ട് മാറണം. പുതിയ ടെക്സ്റ്റ് മേടിച്ച് വായിക്കുക. അപ്പോൾ 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ അത് പ്രൊപ്പോസ് ചെയ്യുന്നത് നമ്മുടെ കാൾ വൂസ് ആണ്. കാൾ വൂസ് സ്പെല്ലിങ് CARLWOES. സോ അപ്പോൾ അതിട്ട് എടുക്കുമ്പോഴത്തേക്കും പോകുന്നതിന് മുമ്പ് നമ്മൾ ദ ലിവിങ് വേൾഡിനകത്ത് നമ്മൾ കുറച്ച് ടാക്സ് പഠിച്ചു. ഏതൊക്കെയാണ് നമ്മളോട് പഠിച്ചത്? സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം അല്ലെങ്കിൽ ഡിവിഷൻ, പിന്നെ കിങ്ഡം. കിങ്ഡത്തിന് മുകളിൽ വല്ലതും ഉണ്ടോ? ഉണ്ട്. അതാണ് ഡൊമൈൻസ് എന്ന് പറയുന്നത്. സോ ഡൊമൈൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വന്നത് 6 കിങ്ഡം ക്ലാസിഫിക്കേഷനിലൂടെയാണ്. ഓക്കെ, അപ്പോൾ കിങ്ഡത്തിന് മുകളിൽ ഏതാണ്? ഡൊമൈൻ. അതിന് മുകളിൽ ഏതാണ്? ലൈഫ്. അതായത് ജീവനുള്ള വസ്തു. അതാണ് ആ ലൈഫ് എന്ന് പറയുന്ന ടാക്സിൻ്റെ ക്രൈറ്റീരിയ. 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഫോളോ ചെയ്യുന്ന അമേരിക്ക പോലുള്ള കൺട്രീസൊക്കെയാണ് 6 കിങ്ഡം ക്ലാസിഫിക്കേഷനാണ് ഫോളോ ചെയ്യുന്നത്. നമ്മുടെ ബ്രിട്ടൻ പോലുള്ള കൺട്രീസിലൊക്കെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനാണ് അവിടെ ഫോളോ ചെയ്യുന്നത്. 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കേൾക്കുമ്പോഴത്തേക്കും അദ്ദേഹം നമ്മുടെ ഈ ജീവലോകത്തെ 3 ഡൊമൈൻസ് ആക്കി തിരിച്ചു. 1 യൂബാക്ടീരിയ, 2 ആർക്കിയ ബാക്ടീരിയ, 3 യൂകാരിയോട്സ്. യൂബാക്ടീരിയയും ആർക്കിയ ബാക്ടീരിയയും തികച്ചും വ്യത്യസ്തമാണ് എന്നൊരു തിരിച്ചറിവാണ് കാൾ വൂസിനെ ഇങ്ങനത്തെ ഒരു 3 ഡൊമൈൻ ക്ലാസിഫിക്കേഷനിലേക്ക് നയിച്ചത്. പിന്നെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആർക്കിയ ബാക്ടീരിയ നമ്മൾ ജെനറ്റിക്കൽ മേക്കപ്പ് എടുത്ത് നോക്കുമ്പോഴത്തേക്കും ആർക്കിയ ബാക്ടീരിയ കൂടുതൽ റിലേറ്റഡ് ആവുന്നതാണ്, കൂടുതൽ സിമിലർ ആവുന്ന യൂകാരിയോട്സിനോടാണ്, യൂബാക്ടീരിയയോടല്ല. അങ്ങനത്തെ ഒരു കാര്യം കൂടിയുണ്ട്. അതായത് അതിൻ്റെ ജെനറ്റിക്കൽ മേക്കപ്പ് എടുത്ത് നോക്കുമ്പോഴത്തേക്കും അത് കൂടുതൽ സിമിലാരിറ്റി കാണിക്കുന്നത് യൂകാരിയോട്സിനോടാണ്, യൂബാക്ടീരിയയോടല്ല. പിന്നെ അദ്ദേഹം ഈ ഒരു കൺക്ലൂഷനിൽ എത്തുന്നത് അദ്ദേഹം ന്യൂക്ലിക് ആസിഡ് ഹൈബ്രിഡൈസേഷൻ മെത്തേഡിലൂടെയും അതുപോലെ തന്നെ 16S RNA അനലൈസ് ചെയ്തുകൊണ്ടൊക്കെയാണ്. സോ അത് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇനി നമുക്ക് 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിലേക്ക് കിടക്കാം. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രൊപ്പോസ് ചെയ്യുന്നത് നമ്മുടെ RH വിറ്റേക്കറാണ്. 1969 പ്രൊപ്പോസ് ചെയ്യുന്നത്. അദ്ദേഹം 5 കിങ്ഡമായിട്ട് തിരിച്ചു: മൊണേറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, അനിമാലിയ. ഓരോ കിങ്ഡവും നമുക്ക് ഈ ചാപ്റ്ററിൽ ഡീപ്പായിട്ട് പഠിക്കാനുണ്ട്. എന്തായാലും നമുക്ക് ആ ബോക്സ് ഒന്ന് ശരിക്കും ജസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ് സെൽ ടൈപ്പ്, അത് നിങ്ങൾക്ക് ആർക്കും കൺഫ്യൂഷൻ ഇല്ല, കാരണം മൊണേറ മൊത്തം പ്രൊക്കാരിയോട്സ്, ബാക്കിയുള്ള യൂകാരിയോട്സ്. അത് കണ്ടു തന്നെ സെൽ വോളാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം മൊണേറയ്ക്ക് എന്താണ്? നോൺ സെല്ലോസിക് ആണ്. പോളിസാക്കറൈഡ്സും അമിനോസും ചേർന്നിട്ടുള്ള സെൽ വോളാണ്, നോൺ സെല്ലോസിക് ആണ്. പ്രോട്ടിസ്റ്റേൻ്റെ കേസിനകത്ത് ചിലതിലുണ്ട്, ചിലതിലില്ല. അതൊക്കെ നമ്മൾ പ്രോട്ടിസ്റ്റ പറയുമ്പോഴത്തേക്കും നമ്മൾ പഠിക്കുന്നതാണ്. പിന്നെ ഫഞ്ചൈനകത്ത് നമ്മൾ എടുക്കുമ്പോഴത്തേക്കും അതിന് സെൽ വോളുണ്ട് വിത്ത് കൈറ്റിനാണ്, കൈറ്റിനുണ്ട് അത് അവരുടെ സെൽ വോളിൽ, അത് പ്രത്യേകതയാണ്. പിന്നെ പ്ലാന്റ് എടുക്കുമ്പോഴത്തേക്കും സെല്ലുലോസിക് സെൽ വോളുണ്ട്, അതും ഒരു പ്രത്യേകതയാണ്, അതാണ് പ്ലാന്റ്സ് പ്രത്യേകത. അനിമൽസ് എടുക്കുമ്പോഴത്തേക്കും സെൽ വോൾ എന്ന് പറഞ്ഞ സാധനം ആബ്സെൻ്റ് ആണ്. ഓക്കെ, ആ കാര്യം ഓർക്കുക. പിന്നെ വരുന്ന ന്യൂക്ലിയർ മെംബ്രെയിൻ ആണ്. അത് നിങ്ങൾക്കറിയാം, മൊണേറേൻ്റെ കേസിൽ ആബ്സെൻ്റ് ആണ്, ബാക്കി എല്ലാത്തിൻ്റെ കേസിൽ പ്രസൻ്റ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ അടുത്ത് തന്നെയാണ് ബോഡി ഓർഗനൈസേഷൻ. മൊണേറ സെല്ലുലാർ ലെവലാണ്, അതുപോലെ തന്നെ പ്രോട്ടീസൈൻ സെല്ലുലാറാണ്. ഓക്കെ, പിന്നെ വരുന്ന ഫഞ്ചൈ ആണ്. ഫഞ്ചൈൻ്റെ കേസിനകത്ത് അത് മൾട്ടി സെല്ലുലാർ എന്ന് നമുക്ക് പറയാം, അതുപോലെ തന്നെ ലൂസ് ടിഷ്യൂ എന്ന് നമുക്ക് പറയാം. നമ്മൾ അനിമൽ കിങ്ഡത്തിനകത്ത് പോരിഫെറയെ പഠിക്കുന്നില്ലേ? പോരിഫെറ നമുക്കൊരു ടിഷ്യൂ ലെവൽ ഓർഗനൈസേഷൻ ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? അത് സെൽസ് ഉണ്ട്, അത് മൾട്ടി സെല്ലുലാറാണ്, പക്ഷേ സെല്ല് തമ്മിൽ ഒരു കോർഡിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ടിഷ്യൂ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അതിനകത്ത് തന്നെ ഒരു മൾട്ടി സെല്ലുലാറാണ്, പക്ഷേ ടിഷ്യൂ ലെവൽ ഓർഗനൈസേഷൻ അല്ല പോരിഫെറയ്ക്ക് വരുന്നത്. സോ ഇവിടെ മൾട്ടി സെല്ലുലാറുമാണ്, പിന്നെ ചെറുതായിട്ട് ലൂസ് ടിഷ്യൂ ഓർഗനൈസേഷനും ഉണ്ട്. അടുത്ത് പറഞ്ഞാൽ പ്ലാന്റിയാണ്, അത് ടിഷ്യൂ ലെവലുമാണ്, അതുപോലെ തന്നെ ഓർഗൻ ലെവലുമാണ്. സൈലം, ഫ്ലോയം ഇവരൊക്കെ ഓർഗൻസാണ്. ഓക്കെ, പക്ഷേ ഒരു ഓർഗൻ സിസ്റ്റം ഉണ്ടോ? ഇല്ല. കാരണം എന്താണ്? ഒരു ഓർഗൻസ് തമ്മിൽ കോർഡിനേഷൻ ഉണ്ടായാലും ഓർഗൻ സിസ്റ്റം ഉണ്ടാകത്തുള്ളൂ. പ്ലാന്റ്സിൻ്റെ കേസിൽ ആ കോർഡിനേഷൻ നമുക്ക് കാണാൻ പറ്റത്തില്ല. അനിമൽസിലേക്ക് എടുക്കുക, അനിമൽസിനകത്ത് ടിഷ്യൂ ഉണ്ട്, ഓർഗൻ ഉണ്ട്, ഓർഗൻ സിസ്റ്റം ലെവലുണ്ട്. ഓക്കെ, കാരണം എന്താണ്? എല്ലാം തമ്മിലൊരു കോർഡിനേഷൻ ഉണ്ട്. സോ തന്നെ ഓർഗൻ സിസ്റ്റം ലെവൽ ഓർഗനൈസേഷൻ നമുക്ക് പറയാം. പിന്നെ ടിഷ്യൂസ് ഉണ്ടല്ലോ, അത് കാരണമാണ് ടിഷ്യൂ, ഓർഗൻ സിസ്റ്റം സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞത്. അടുത്തായിട്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണോ, അദ്ദേഹത്തിൻ്റെ മെയിൻ ക്രൈറ്റീരിയാസ് എന്തൊക്കെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വയ്ക്കുക. ഞാൻ ഇത് കഴിഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കും, അതിന് ഉത്തരം പറയണം. 17th പേജിലാണ് ഇത് കിടക്കുന്നത്.
അദ്ദേഹത്തിൻ്റെ മെയിൻ ക്രൈറ്റീരിയസ് ഇതൊക്കെയായിരുന്നു: സെൽ സ്ട്രക്ചർ, ബോഡി ഓർഗനൈസേഷൻ, മോഡ് ഓഫ് ന്യൂട്രീഷൻ, റീപ്രൊഡക്ഷൻ, ഫൈലോജനറ്റിക് റിലേഷൻഷിപ്സ്. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മെയിൻ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞത്. ഇനി ക്വസ്റ്റിനിലേക്ക് കിടക്കാം. സ്ട്രക്ചർ ഓഫ് ന്യൂക്ലിയസ് ഈസ് എ മെയിൻ ക്രൈറ്റീരിയ യൂസ്ഡ് ബൈ വിറ്റേക്കർ ഫോർ ഹിസ് ക്ലാസിഫിക്കേഷൻ. ട്രൂ ഓർ ഫോൾസ്? ഫോൾസ് ആണ്. കാരണം എന്താണ്? ന്യൂക്ലിയസിൻ്റെ സ്ട്രക്ചർ അല്ല അദ്ദേഹത്തിൻ്റെ മെയിൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ക്രൈറ്റീരിയ എന്തൊക്കെയായിരുന്നു? സെൽ സ്ട്രക്ചർ, ബോഡി ഓർഗനൈസേഷൻ, മോഡ് ഓഫ് ന്യൂട്രീഷൻ, റീപ്രൊഡക്ഷൻ ആൻഡ് ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പാണ് ന്യൂക്ലിയസിൻ്റെ സ്ട്രക്ചർ. അതായത് അത് പ്രോകാരിയോട്സ് ആണോ യൂകാരിയോട്സ് എന്ന് പറയുന്നത്, അത് അദ്ദേഹത്തിന് മേജർ ക്രൈറ്റീരിയ ആയിരുന്നില്ല, മെയിൻ ക്രൈറ്റീരിയ ആയിരുന്നില്ല. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ നോക്കി വെക്കുക, അവിടെ സൈഡിൽ വല്ല നോട്ട് ചെയ്ത് വയ്ക്കുക. നമ്മുടെ ട്യൂക്കിൻ്റെ ക്ലാസിഫിക്കേഷൻ്റെയൊക്കെ കുറച്ച് ഡ്രോബാക്സ് ഒക്കെ നമ്മൾ അടുത്ത ഒരു പാരഗ്രാഫിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. അത് നമ്മൾ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ ആവശ്യമില്ല, ജസ്റ്റ് വായിച്ചാൽ തന്നെ മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. 18th പേജിനകത്ത് പറയുന്നുണ്ട്, അതിൻ്റെ 6ാമത്തെ ലൈനിനകത്ത്, ഫസ്റ്റ് പാരഗ്രാഫിൻ്റെ 6ാമത്തെ ലൈനിൽ പറയുന്നുണ്ട് എന്താണ്? ക്ലോറല്ല ഏർലിയർ ആയിട്ട് എവിടെ പ്ലേസ് ചെയ്തിരുന്നത്? പ്ലാന്റ്സിലായിരുന്നു, ആൽഗയിലായിരുന്നു പ്ലേസ് ചെയ്തിരുന്നത്. നമുക്കറിയാം, ഗ്രീൻ ആൽഗെ അല്ലേ. പക്ഷേ അത് യൂണിസെല്ലുലാർ ആയിരുന്നാൽ തന്നെ അതിനെ പ്രോട്ടിസ്റ്റയിലേക്ക് മാറ്റി എന്ന് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ട് പറഞ്ഞിട്ട് 6ാമത്തെ ലൈൻ അത് മാർക്ക് ചെയ്ത് വയ്ക്കുക, ഉറപ്പായിട്ട് മാർക്ക് ചെയ്ത് വയ്ക്കുക. പിന്നെ പാരമീഷ്യം, അതുപോലെ തന്നെ അമീബ, അത് മുമ്പ് എവിടെയാണ് പ്ലേസ് ചെയ്തതെന്ന് പറയണേ? അനിമൽസിലായിരുന്നു പ്ലേസ് ചെയ്തത്. പാരമീഷ്യം, അമീബ നേരത്തെ പ്ലേസ് ചെയ്തത് അനിമൽ കിൻഡത്തിനകത്തായിരുന്നു, അനിമൽസിലാണ് പ്ലേസ് ചെയ്തത്. സോ ആ കാര്യവും അതിൻ്റെ തൊട്ട് അടുത്ത ലൈനിൽ പറഞ്ഞിട്ടുണ്ട്, അതും നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വയ്ക്കുക. പിന്നെ ഈ മാറ്റങ്ങളൊക്കെ വരാൻ കാരണം എന്താണ്? നമ്മുടെ ക്ലാസിഫിക്കേഷൻ്റെ ക്രൈറ്റീരിയാസ് മാറി. നമ്മൾ ഡീപ്പായിട്ട് ആ ഒരു ജീവിയെ നമ്മൾ പഠിക്കുമ്പോൾ, ഒരു ഓർഗാനിസം നമ്മൾ പഠിക്കും തോറും എന്ത് ചെയ്യും? പുതിയ ക്രൈറ്റീരിയാസ് വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തോരം നമ്മൾ അതിനെ ആഴത്തിൽ പഠിക്കുന്നു, അല്ലെങ്കിൽ എത്ര ഡീപ്പായിട്ട് നമ്മൾ പഠിക്കുന്നു, അതിനനുസരിച്ച് ഫ്യൂച്ചറിലും എന്തായും ചേഞ്ച് ചെയ്ത് വന്നുകൊണ്ടേയിരിക്കും. അതാണ് പിന്നെ അങ്ങോട്ട് പറയുന്നത്. ഇനി നമ്മൾ അടുത്തതായിട്ട് ഓരോ കിങ്ഡത്തിലേക്ക് കിടക്കുകയാണ്. കിങ്ഡം മൊണേറിലേക്ക് കിടക്കാം. കിങ്ഡം മൊണേറിനകത്ത് ആദ്യത്തെ ഒരു പാരഗ്രാഫ് പറയുന്നത് എന്താണ് കിങ്ഡം മൊണേറ, എന്താണ് അവരുടെ ഇമ്പോർട്ടൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അവരുടെ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ആയിട്ട് നമ്മളവരുടെ ഷേപ്പ് അനുസരിച്ച് തിരിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യമാണ് ഫസ്റ്റത്തെ ഒരു പാട്ടിനകത്ത് പറയുന്നത്. എന്തൊക്കെയാണ്? അതൊരു കോസ്മോപൊളിറ്റൻ്റ് ആണ്. അതെന്താ വെച്ചാൽ എന്താണ്? അതായത് വായിലും അതുപോലെ തന്നെ എയറിനകത്തും വാട്ടറിലും അതുപോലെ തന്നെ നമ്മുടെ സോയിലും എല്ലാം കാണുന്ന ഒരു ജീവിയാണ് നമ്മുടെ ബാക്ടീരിയ എന്ന് പറയുന്നത്. ആണ് ഒന്നാമത്തെ പോയിൻ്റായിട്ട് അവിടെ പറയുന്നത്. പിന്നെ പറയുന്നത് നമ്മൾ അതിനെ ഷേപ്പ് അനുസരിച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാറ്റഗറീസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് വന്നിട്ട് ഞാൻ പറയാം. ഓക്കെ, ഏതൊക്കെയാണ് കാറ്റഗറീസ്? ഒന്ന്, സ്ഫെരിക്കൽ ഷേപ്ഡ് ആയിട്ടുള്ള ബാക്ടീരിയസ് നമ്മൾ കോസൈ എന്ന് പറയും. അതുപോലെ തന്നെ റോഡ് ഷേപ്ഡ് ആയിട്ടുള്ള ബാക്ടീരിയസ് നമ്മൾ ബേസിലൈ എന്ന് പറയും. അതുപോലെ തന്നെ സ്പൈറൽ ഷേപ്പ് ആയിട്ടുള്ള ബാക്ടീരിയസ് നമ്മൾ എന്ത് പറയും? സ്പൈറില്ല എന്ന് പറയും. അതുപോലെ തന്നെ കോമ ഷേപ്ഡ് ആയിട്ടുള്ള ബാക്ടീരിയസ് നമ്മൾ വിബ്രിയോ എന്ന് പറയും. വിബ്രിയോ കോളറൊക്കെ ഓക്കെ, വിബ്രിയോ എന്ന് പറയും. സോ ഈ 4 ഷേപ്പ് ഉണ്ട് എങ്കിൽ ഇതിനകത്ത് ഏറ്റവും ഡൊമിനൻ്റ് ആയിട്ടുള്ള ഷേപ്പ് ഏതാണ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. സോ ഏതാണ് ഈ ഒരു 4 ഷേപ്പിൽ ഏറ്റവും ഡൊമിനൻ്റ് ആയിട്ടുള്ള ഷേപ്പ്? സ്ഫെരിക്കൽ ഷേപ്പാണോ, റോഡ് ഷേപ്പാണോ, സ്പൈറൽ ഷേപ്പാണോ, അതോ കോമ ഷേപ്പാണോ? സോ എനിക്ക് തോന്നുന്നു ഒരു 80% അറിയാത്തവരാണെങ്കിൽ 80% അവർ പറയുന്നത് ഒരു സ്ഫെരിക്കൽ ഷേപ്പാണെന്നാണ്. കാരണം നമ്മളെല്ലാം വരച്ച് കണ്ടേക്കുന്നത് ഒരു സ്ഫെരിക്കൽ ഷേപ്പായിട്ടുള്ള ബാക്ടീരിയസിനെയാണ് നമ്മൾ വരച്ച് കണ്ടേക്കുന്നത് അല്ലേ. സോ പക്ഷേ അല്ല, റോഡ് ഷേപ്പിലുള്ള ബസിലിയാണ് എന്ത് ഏറ്റവും ഡൊമിനൻ്റ് ആയിട്ട് കാണപ്പെടുന്നത്. പിന്നെ നമ്മുടെ 19th പേജിലേക്ക് വരുമ്പോഴത്തേക്കും 19th പേജിലെ 3ാമത്തെ ലൈൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ പറഞ്ഞിട്ടുണ്ട് they have the most extensive metabolic diversity. They show the most extensive metabolic diversity. ഒന്ന് ചിന്തിച്ച് നോക്കുക, നമ്മുടെ ഇഞ്ചക്ഷൻ തൊട്ട് എക്സ്ക്രീഷൻ വരെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നമ്മുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബോഡി പാർട്സ് ആണ് അല്ലേ. പക്ഷേ ബാക്ടീരിയയിൽ ഇതൊക്കെ നടക്കുന്നുണ്ടല്ലോ, അതൊക്കെ നടക്കുന്ന ഒരൊറ്റ സെല്ലാണ്. ഇഞ്ചക്ഷൻ തൊട്ട് എക്സ്ക്രീഷൻ വരെയുള്ള എല്ലാ കാര്യവും, എല്ലാ പ്രോസസ്സും നടക്കുന്ന എവിടെയാണ്? ഒരൊറ്റ സെല്ലാണ്. സോ അത്രയ്ക്കും മെറ്റബോളിക് ഡൈവേഴ്സിറ്റി ബാക്ടീരിയസിന് അല്ലെങ്കിൽ പ്രൊക്കാരിയോട്സിന് അല്ലെങ്കിൽ മൊണോറൈഡ്സിന് ഉണ്ട്. സോ മെറ്റബോളിക് ഡൈവേഴ്സിറ്റി കൊടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് വളരെ കൂടുതലാണ്. നമ്മുടെ ഈ ലോകത്ത് അല്ലെങ്കിൽ ഭൂമിയിൽ നടന്ന ഇവൻറ്റ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇവൻറ്റ് ഏതാണെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു ഇവൻറ്റ് പറയും. അതിനു മുമ്പ് ഞാൻ മൊണോറൈഡ്സിനെ കുറിച്ചൊന്ന് പറയട്ടെ. സോ മൊണോറൈഡ്സ് എടുക്കുമ്പോൾ എന്താണ്? അവർക്ക് മൈറ്റോകോൺട്രിയ ഇല്ല അല്ലേ. അത് കാരണം എന്താണ്? അവർക്ക് എനർജി, വളരെ കുറച്ച് എനർജി മാത്രമേ അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മുടെ റെസ്പിറേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിക്കുന്നത് വളരെ കുറച്ച് എനർജി മാത്രമേ അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനാൽ തന്നെ അവർക്ക് ഒരിക്കലും ഇവോൾവ് ചെയ്ത ഒരു ജൈൻജാറ്റിക് ആയിട്ടുള്ള ഒരു ഓർഗാനിസമായിട്ട് ഒരു ആനേനെ പോലെ, ഒരു എലിഫൻറ്റിനെ പോലെ, അല്ലെങ്കിൽ ഒരു ഹ്യൂമനെ പോലെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ജൈൻജാറ്റിക് ആയിട്ടുള്ള ഓർഗാനിസമായിട്ട് മാറാൻ കഴിയില്ല. കാരണം എന്താണ്? എനർജി ആവശ്യമാണ്. ബിക്കോസ് എനർജി ഈസ് ദ കറൻസി ഓഫ് ദ യൂണിവേഴ്സ്. എനർജി ഉണ്ടെങ്കിൽ ഏതൊരു നാച്ചുറൽ പ്രോസസ്സും സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കത്തുള്ളൂ. കാരണം എന്താണ്? എന്നാൽ മാത്രമേ എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യത്തുള്ളൂ. ലോ ഓഫ് തെർമോഡൈനാമിക്സ്.
എൻട്രോപ്പി ഓഫ് ദ യൂണിവേഴ്സ് ഓൾവേസ് ഇൻക്രീസസ്. സോ എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? എനർജി ആവശ്യമാണ്. എനർജി വേണമെങ്കിൽ പ്രോക്യാരിയോട്സിന് സെൽ സ്ട്രക്ചർ പോരാ, കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള സെൽ സ്ട്രക്ചർ വേണം നമുക്ക്. ഞാൻ പറയുന്നത് നമ്മുടെ യൂണിവേഴ്സിൻ്റെ കാര്യമാണ്. നമ്മുടെ യൂണിവേഴ്സിൽ എന്ത് വേണം? എൻട്രോപ്പി ഇൻക്രീസ് ചെയ്താൽ മാത്രമേ ഒരു ഇവൻറ്റ് സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കത്തുള്ളൂ. വേറെ ഏതെങ്കിലും പാരലൽ യൂണിവേഴ്സിൽ നേരെ തിരിച്ചായിരിക്കാം. അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ യൂണിവേഴ്സ് എടുത്ത് നോക്കുക, ഇവിടെ എൻട്രോപ്പി ഇൻക്രീസ് ചെയ്താൽ മാത്രമേ ഏത് ഇവൻറ്റും നടക്കത്തുള്ളൂ. സോ അങ്ങനെ ഇരുന്ന ഒരു സമയത്താണ് ഒരു വളരെയധികം അത്ഭുതകരമായ ഒരു ഇവൻറ്റ് നടക്കുന്നത്. ഒരു ആർക്കെ ബാക്ടീരിയ ഒരു യു ബാക്ടീരിയൻ്റെ ഉള്ളിൽ അകപ്പെടുകയാണ്, അല്ലെങ്കിൽ യു ബാക്ടീരിയ ആർക്കെ ബാക്ടീരിയനെ വിഴുങ്ങുകയാണ്. അതിൻ്റെ ഉള്ളിൽ വന്ന ആർക്കെ ബാക്ടീരിയനെ യു ബാക്ടീരിയ ഡൈജസ്റ്റ് ചെയ്തില്ല. ഡൈജസ്റ്റ് ചെയ്തില്ല. ആ ആർക്കെ ബാക്ടീരിയ അതിൻ്റെ ഉള്ളിൽ ഒരു എൻഡോസിംബിയോണ്ട് എന്ന രീതിയിൽ അത് താമസിക്കുകയാണ്. എന്നിട്ട് ആർക്കെ ബാക്ടീരിയ അതിൻ്റെ മറ്റുള്ള മെറ്റബോളിക് ഇവൻറ്റ്സൊക്കെ മാറ്റി വെച്ചിട്ട് അത് ATP ഉണ്ടാക്കുക, അല്ലെങ്കിൽ എനർജി ഉണ്ടാക്കുക. നമ്മുടെ ശരീരത്തിൽ ATP ആയിട്ടാണ് ജനറലി അത് നമ്മുടെ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ATP ഉണ്ടാക്കുക, അല്ലെങ്കിൽ എനർജി ഉണ്ടാക്കുക എന്ന ഒരു ദൗത്യം മാത്രം, എന്ന ഒരു ജോബ് മാത്രം എന്ത് ചെയ്യണോ അത് ഏറ്റെടുക്കുന്നു. മറ്റുള്ള എല്ലാ മെറ്റബോളിസും അത് സസ്പെൻഡ് ചെയ്യുന്നു. വേണ്ട ഒരു ATP പ്രൊഡ്യൂസ് ചെയ്യുക എന്നൊരു ജോലിയിലേക്ക് മാത്രം അത് മാറ്റപ്പെടുന്നു. മാത്രമല്ല അത് എൻഡോസിംബിയോണ്ടായിട്ട് അത് ആ ബാക്ടീരിയൻ്റെ ഉള്ളിൽ ജീവിക്കുന്നു. അതാണ് നമ്മളിപ്പോൾ കാണുന്ന മൈറ്റോകോൺട്രിയ. അതുപോലെ തന്നെ മറ്റൊരു ആർക്കെ ബാക്ടീരിയ യു ബാക്ടീരിയൻ്റെ ഉള്ളിൽ കയറുന്നു. അതും ഇങ്ങനെ ഒരു എൻഡോസിംബിയോണ്ടായിട്ട് മാറി. അത് ആണ് പിന്നീട് അത് ഫോട്ടോസിന്തറ്റിക് ആയിട്ട് മാറി. അതാണ് പിന്നീട് നമ്മൾ കാണുന്ന ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. അത്ഭുതകരമായ വിഷയം എന്താണെന്ന് വെച്ചാൽ പിന്നീട് അങ്ങോട്ടുള്ള ജനറേഷനിലും ആ ഒരു സിംബിയോസിസ് കണ്ടിന്യൂ ചെയ്തു എന്നുള്ളതാണ്. അതായത് മൈറ്റോകോൺട്രിയയും ക്ലോറോപ്ലാസ്റ്റും ഒരു ബാക്ടീരിയൻ്റെ ഉള്ളിൽ വന്നപ്പോഴേക്കും അതിലെന്തുണ്ടായി? ആവശ്യത്തിൽ കൂടുതൽ അതിനെ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി. ഇത്രയും എനർജി കൊണ്ട് അത് എന്ത് ചെയ്യണം എന്നറിയാതിരുന്നപ്പോൾ അതെന്ത് ചെയ്തു? പയ്യെ അത് ഇവോൾവ് ചെയ്ത് ഇപ്പോൾ ഹ്യൂമൻ വരെ എത്തി. സോ ഇപ്പോൾ നമ്മളിങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് വെച്ചാൽ ആ ഒരു ഇവൻ്റ് ആയിരുന്നു. അന്ന് ആ ഒരു എൻഡോസിംബിയോസിസ് നടന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് ഇവിടെ എക്സിസ്റ്റ് ചെയ്യില്ലായിരുന്നു. കാരണം ഒരു ഓർഗാനിസം ഇവിടെ ജീവിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഈ യൂണിവേഴ്സിൻ്റെ എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയാണ്. സോ ഈ ലോകത്തിൻ്റെ എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്ന ആവശ്യമുള്ള അത്ര എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ആ ഒരു ഓർഗാനിസത്തിന് ഇവിടെ എക്സിസ്റ്റൻസ് ഇല്ല. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഇവൻറ്റ് അതായിരുന്നു. സോ ബാക്ടീരിയയെക്കുറിച്ച് അതിൻ്റെ മെറ്റബോളിക് ഡൈവേഴ്സിറ്റിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സോ ഇനി നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യമേ നമുക്ക് യു ബാക്ടീരിയയും ആർക്കിയ ബാക്ടീരിയയും തമ്മിലുള്ള കുറച്ച് വ്യത്യാസങ്ങൾ പറഞ്ഞുതരാം. ഒന്നാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് യു ബാക്ടീരിയക്ക് അതിൻ്റെ സെൽ വോളിൽ മ്യൂറിൻ ഉണ്ട്, അല്ലെങ്കിൽ പെപ്റ്റിഡോഗ്ലൈക്കാൻ ഉണ്ട്. പക്ഷേ ആർക്കിയ ബാക്ടീരിയയുടെ കേസിൽ അതിൻ്റെ സെൽ വോളിൽ മ്യൂറിൻ ഇല്ല, അല്ലെങ്കിൽ പെപ്റ്റിഡോഗ്ലൈക്കാൻ ഇല്ല, പകരം സ്യൂഡോമോറിനാണുള്ളത്. അത് പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. മ്യൂറിൻ എന്ന് പറഞ്ഞാൽ ഒരു കമ്പോണൻ്റ് ഇല്ല എന്ന കാര്യം ഓർത്ത് വെക്കുക. സോ യു ബാക്ടീരിയയിൽ മ്യൂറിൻ ഉണ്ട്, സെൽ വോളിൽ മ്യൂറിൻ ഉണ്ട്. ആർക്കിയ ബാക്ടീരിയയിൽ മ്യൂറിൻ ഇല്ല. പിന്നെ നമ്മുടെ മെംബ്രെയിൻസിലെ ലിപ്പിഡ്സിൻ്റെ കാര്യം എടുത്താലും നമുക്കറിയാം, സെൽ മെംബ്രെയിനിലേക്ക് എന്തുണ്ട്? ലിപ്പിഡുണ്ട്. സോ അതിൻ്റെ ലിപ്പിഡ് എടുത്ത് നോക്കിയാലും യു ബാക്ടീരിയയിലും ആർക്കിയ ബാക്ടീരിയയിലും ആ ലിപ്പിഡ്സും അതും ഡിഫറെൻ്റ് ആണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ് DNA സീക്വൻസസ്. അത് നമ്മുടെ ആർക്കിയ ബാക്ടീരിയൻ്റെ എടുത്തു കഴിഞ്ഞാൽ അത് യു ബാക്ടീരിയയെക്കാളും നമ്മുടെ യൂക്കാരിയോട്സിനോടാണ് ഏറ്റവും കൂടുതൽ എന്തുള്ള സിമിലാരിറ്റി കാണിക്കുന്നത്. സോ DNA സീക്വൻസ് ആർ മോർ ലൈക്ക് ദോസ് ഓഫ് യൂക്കാരിയോട്സ് ദാൻ യു ബാക്ടീരിയ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ ആർക്കിയ ബാക്ടീരിയ എന്ന് പറയുന്ന ആ ഒരു ഇതിനകത്ത്, ആ ഒരു പാരഗ്രാഫിനകത്ത് 4ാമത്തെ ലൈനായിട്ട് പറയുന്നുണ്ട്. സോ ഇങ്ങനെയാണ് പറയുന്നത്: ആർക്കിയ ബാക്ടീരിയ ഡിഫർ ഫ്രം അതർ ബാക്ടീരിയ ഇൻ ഹാവിങ് എ ഡിഫറെൻറ്റ് സെൽ വോൾ സ്ട്രക്ചർ. ഓക്കെ, ആൻഡ് ദിസ് ഫീച്ചർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ സർവൈവൽ ഇൻ എക്സ്ട്രീം കണ്ടീഷൻസ്. ആ ഒരു പോയിന്റ് വേണ്ടതെന്ന് ഓർത്ത് വെക്കുക. സെൽ വോൾ സ്ട്രക്ചറിൽ വ്യത്യാസമാണ് എന്ത് ചെയ്യണേ ആർക്കിയ ബാക്ടീരിയനെ യു ബാക്ടീരിയയിൽ നിന്നും വ്യത്യസ്തമാക്കണം. പിന്നെ അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയുന്നത് എന്തൊക്കെയാണ്? ഹാലോഫൈൽസിൻ്റെ കാര്യം പറയുന്നുണ്ട്, തെർമോസിഡോഫൈൽസിൻ്റെ കാര്യം പറയുന്നുണ്ട്, പിന്നെ മെത്തനോജൻസിൻ്റെ കാര്യം പറയുന്നുണ്ട്. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ പ്ലസ് വണ്ണിലൊക്കെ പഠിച്ച കാര്യമായിരിക്കും. അത് കാരണമാണ് ഞാൻ ഫോക്കസ് ചെയ്യാത്തത്. സോ അതൊക്കെ ഒന്ന് വായിച്ച് നോക്കി, അതൊക്കെ ഉറപ്പാക്കി വയ്ക്കുക. അതൊക്കെ നമ്മൾ ലാസ്റ്റത്തെ നമ്മുടെ എക്കോളജി എന്ന് പറഞ്ഞ ചാപ്റ്ററിന് എക്കോളജിനകത്ത് പഠിക്കുന്നുണ്ട്. അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കിനി യു ബാക്ടീരിയയിലേക്ക് കിടക്കാം. നമ്മുടെ പാർട്ട് 1ലെ ലാസ്റ്റ് പോർഷനാണ് യു ബാക്ടീരിയ. അതിൻ്റെ പ്രത്യേകതകളിലേക്ക് നമുക്ക് കിടക്കാം. ഓക്കെ, ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അതിനൊരു റിജിഡായിട്ടുള്ളൊരു സെൽ വോൾ ഉണ്ട്. അതൊരു പ്രത്യേകതയാണ് യു ബാക്ടീരിയയെ സംബന്ധിച്ച്.
പിന്നെ രണ്ടാമത്തെന്ന് വെച്ചാൽ അവർക്കൊരു ഫ്ലജലും ഉണ്ട്. അവർ മോട്ടയിലാണെങ്കിൽ അവർക്കൊരു ഫ്ലജലും ഉണ്ട്. പക്ഷേ അത് യൂക്കാരിയോട്ടിക് ഫ്ലജലിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും തികച്ചും വ്യത്യസ്തമാണ്. പ്രൊക്കാരിയോട്ടിക് ഫ്ലജല എന്ന് പറയുന്നത് സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് നമ്മൾ പഠിക്കുന്നുണ്ട്. അടുത്ത നമ്മൾ പറയുന്നത് സയനോബാക്ടീരിയ അല്ലെങ്കിൽ ബ്ലൂ ഗ്രീൻ ആൽഗിനെ കുറിച്ചാണ് പറയുന്നത്. അതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? അതിന് ക്ലോറോഫിൽ എ ഉണ്ട്. അതുകൊണ്ട് എന്താണ് അത് ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്പിക് ആണ്. ഓക്കെ, ആ കാര്യം നോക്കുക ഫസ്റ്റ് പോയിന്റ്. പിന്നെ അത് യൂണിസെല്ലുലാറാണ്, കൊളോണിയലാണ്, ഫിലമെൻറ്റസ് ആണ്. ഫിലമെൻറ്റസ് എന്ന് പറയുമ്പോഴത്തേക്കും ഫിലമെൻറ്റസ് ആൽഗിൻ്റെ കാര്യം പറഞ്ഞ് ഓർക്കണം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ദ ലിവിങ് വേൾഡിൽ പറഞ്ഞിരുന്നു, ആ കാര്യം ഓർക്കുക. പിന്നെ അത് ഫ്രഷ് വാട്ടർ ആകാം, മറൈൻ ആകാം, അല്ലെങ്കിൽ ടെറസ്ട്രിയൽ വാട്ടറിലോ ജീവിക്കുന്ന ടെറസ്ട്രിയൽ ആൽഗി ആകാം. അവരുടെ കോളനീസ് ജെലാറ്റിനസ് ഷീറ്റ് വെച്ച് കവർ ചെയ്തിട്ടുണ്ടാവും. പിന്നെ അവർ പൊള്യൂട്ടഡ് വാട്ടറിനകത്ത് ബ്ലൂംസ് ഫോം ചെയ്യും. ഇതാണ് കുറച്ച് പൊതുവായിട്ടുള്ള ഡിഫറൻസ്, പൊതുവായിട്ടുള്ള അതിൻ്റെ സ്പെഷ്യാലിറ്റീസ് ആണ്. പിന്നെ പറയുന്നത് ഹെട്രോസിസ്റ്റിനെ കുറിച്ചാണ്. ഹെട്രോസിസ്റ്റ് അതായത് നമ്മുടെ ഈ ബ്ലൂ ഗ്രീൻ ആൽഗെ അല്ലെങ്കിൽ ഒരു യൂബാക്ടീരിയയ്ക്ക് എന്തുണ്ട്, ഹെട്രോസിസ്റ്റ് ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, നൈട്രജനെ ഫിക്സ് ചെയ്യാൻ പറ്റും. ഹെട്രോസിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ സാധാരണ വെജിറ്റേറ്റീവ് സെൽസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് ലാർജ് ഇൻ സൈസ് ആയിരിക്കും, കുറച്ച് തിക്കും ആയിരിക്കും. അതാണ് അതിനെ തിരിച്ചറിയാനുള്ള ഒരു വഴി എന്ന് പറയുന്നത്. സോ ഹെട്രോസിസ്റ്റ് ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നൈട്രജനെ ഫിക്സ് ചെയ്യാൻ പറ്റും. എക്സാമ്പിളായിട്ട് പറഞ്ഞേക്കുന്നത് നോസ്റ്റോക്ക്, അനബിനെയൊക്കെ എക്സാമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറഞ്ഞിട്ടുണ്ട് വേരിയസ് ഇനോർഗാനിക് സബ്സ്റ്റൻസസ് സച്ചസ് നൈട്രേറ്റ്സ്, നൈട്രൈറ്റ്സ് ആൻഡ് അമോണിയ ഇതൊക്കെ യൂസ് ചെയ്ത് ATP റിലീസ് ചെയ്യുന്നുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ശ്രദ്ധിക്കുക. ഇവിടെ എന്താണ് ഓട്ടോട്രോപ്പിക് ബാക്ടീരിയ ആണ്, അല്ലെങ്കിൽ ഓട്ടോട്രോപ്പിക് ബാക്ടീരിയ ആണ് എന്ത് ചെയ്യുന്നത്, നൈട്രേറ്റ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യണം. ഞാൻ കാര്യം പറഞ്ഞുതരാം, വരട്ടെ. പിന്നെ നൈട്രജൻ, ഫോസ്ഫറസ്, അയൺ, സൾഫർ ഇവയുടെയൊക്കെ റീസൈക്ലിങ്ങിന് ഇത്തരം ബാക്ടീരിയസ് ഓട്ടോട്രോപ്പിക് ബാക്ടീരിയ സഹായിക്കുന്നുണ്ട് എന്ന കാര്യവും പറഞ്ഞിട്ടുണ്ട്. ശേഷം പറയുന്നത് ഹെട്രോട്രോപ്പിക് ബാക്ടീരിയ ആണ്. സോ ഇതൊക്കെ ടെസ്റ്റിനകത്ത് ഡയറക്റ്റായിട്ട് കൊടുത്തേക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. സോ ഞാൻ പറഞ്ഞതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് ഒന്ന് മാർക്ക് ചെയ്ത് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് അത് പഠിക്കുക, വായിക്കുക, അത്രയും ചെയ്താൽ മതിയാവും. അതാണ് അത്രയ്ക്കും ഡീപ്പായിട്ടൊന്നും പറയാത്ത. പിന്നെ നമ്മൾ പറയുന്നത് ഹെട്രോട്രോപ്പിക് ബാക്ടീരിയനെ കുറിച്ചാണ്. ഹെട്രോട്രോപ്പിക് ബാക്ടീരിയ എടുക്കുമ്പോഴത്തേക്കും അവർ ഭൂരിഭാഗവും ഡീകമ്പോസേഴ്സ് ആണ്. അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദ മെജോറിറ്റി ആർ ഇമ്പോർട്ടൻറ്റ് ഡീകമ്പോസേഴ്സ്. ഓക്കെ, അത് ചോദ്യം വരാറുണ്ട്. ഓക്കെ, അതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് വയ്ക്കുക. പിന്നെ പറയുന്നത് അത് മിൽക്കിൽ നിന്ന് കട ഉണ്ടാക്കാൻ സഹായിക്കും. പിന്നെ പ്രൊഡക്ഷൻ ഓഫ് ആൻറ്റിബയോട്ടിക്സ്, അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഹെട്രോട്രോപ്പിക് ബാക്ടീരിയ ആണ് എന്ത് സഹായിക്കുന്നത്, ആൻറ്റിബയോട്ടിക് പ്രൊഡക്ഷൻ സഹായിക്കുന്നത്. ഓട്ടോട്രോപ്പിക് ബാക്ടീരിയ അല്ല, ഓർത്ത് വയ്ക്കുക. പിന്നെ പറയുന്നത് എന്താ വെച്ചാൽ നൈട്രജൻ ഫിക്സേഷനെ കുറിച്ചാണ്. നമ്മുടെ ലെഗുമിനസ് പ്ലാന്റ്സിനകത്ത് അതിൻ്റെ റൂട്ടിനകത്ത് എന്തിനെ സഹായിക്കും, നൈട്രജനെ ഫിക്സ് ചെയ്യാൻ സഹായിക്കും. ഇവിടെയാണ് പ്രശ്നം. അതായത് നൈട്രജൻ ഫിക്സ് ചെയ്യുന്ന, അതായത് റൂട്ടിനകത്ത് സിംബയോട്ടിക്കായിട്ട് നൈട്രജൻ ഫിക്സ് ചെയ്യുന്ന ബാക്ടീരിയാസ് ഹെട്രോട്രോപ്പിക് ആണ്. പക്ഷേ നൈട്രിഫൈങ് ബാക്ടീരിയാസ് ഓട്ടോട്രോപ്പിക് ആണ്. കാരണം എന്താണെന്നല്ലേ, നോക്കുക. നമ്മുടെ റൂട്ടിനകത്ത് നൈട്രജൻ ഫിക്സ് ചെയ്യുന്ന സിംബയോട്ടിക് ബാക്ടീരിയ എടുത്ത് നോക്കുമ്പോഴത്തേക്കും അവരെന്താണ് ചെയ്യുന്നത്, അവർ അറ്റ്മോസ്ഫിയറിലെ നൈട്രജൻ എന്തായിട്ട് വരുന്നു, അമോണിയ ആയിട്ട് വരുന്നു. അതായത് ഇനോർഗാനിക് നൈട്രജനെ ഇനോർഗാനിക് അമോണിയ ആയിട്ട് മാറ്റുന്നു. അതാണ് അവർ ചെയ്യുന്നത്. അത് കാരണമാണ് അവർ ഹെട്രോട്രോപ്പാണെന്ന് നമ്മൾ പറയുന്നത്. ഇനി നമ്മൾ നൈട്രിഫൈങ് ബാക്ടീരിയ എടുക്കുക. അവരെന്താണ് ചെയ്യുന്നത്, അവർ ഇനോർഗാനിക് അമോണിയനെ ഓർഗാനിക് നൈട്രേറ്റ്സ് ആയിട്ട് മാറ്റുന്നു. ഇനോർഗാനിക് അമോണിയനെ ഓർഗാനിക് നൈട്രേറ്റ്സ് ആയിട്ട് മാറ്റുന്നു. സോ അവർ ഓട്ടോട്രോപ്പിക് ആണ്. അപ്പോൾ നോക്കുക, നമ്മുടെ നൈട്രജൻ ഫിക്സിങ് ബാക്ടീരിയാസ് ഹെട്രോട്രോപ്പിക് ആണ്, നൈട്രിഫൈങ് ബാക്ടീരിയാസ് ഓട്ടോട്രോപ്പിക് ആണ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെയാണ് നമ്മൾ ഹിഡൻ പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ അവരുടെ നെഗറ്റീവ് ഇമ്പാക്റ്റ്, അതായത് നമുക്ക് എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നതിനെക്കുറിച്ച് കുറച്ച് രോഗങ്ങളുടെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്, കോളറ, ടൈഫോയിഡ്, ടെറ്റനസ്, സിട്രസ് ക്യാൻസർ ഇതൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ നമ്മൾ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസിനകത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അതായത് ഇവിടെ ഒന്നും ചർച്ച ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ പറയുന്ന അവരുടെ റീപ്രൊഡക്ഷൻ മെത്തേഡ്സിനെ കുറിച്ചാണ്. മെയിനായിട്ട് അവർ ഫിഷൻ വഴിയാണ് എന്ത് ഇറങ്ങുന്നത്, റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ദ ലിവിങ് വേൾഡിനകത്ത്. പിന്നെ അൺഫേവറബിൾ കണ്ടീഷൻസ് വരുമ്പോഴത്തേക്കും അവർ സ്പോർട്സ് ഫോം ചെയ്യും. അത് സ്പോർട്സിന് കുറേ പേരാണ് എൻഡോസ്പോർട്സ് ഫോം ചെയ്യും. അങ്ങനെയാണ് അൺഫേവറബിൾ കണ്ടീഷൻസ് അവർ സർവൈവ് ചെയ്യുന്നത്. പിന്നെ പറയുന്നത് ഒരു പ്രിമിറ്റീവായിട്ടുള്ളൊരു സെക്ഷൽ റീപ്രൊഡക്ഷൻ മെത്തേഡും കൂടി അവർക്കുണ്ട്. അത് ജസ്റ്റ് ഒരു ഡി എൻ എ ട്രാൻസ്ഫർ, അത്രയേ ഉള്ളൂ. സോ അതിന് പറയുന്ന പേരാണ് മീറോമിക്സിസ് എന്ന് പറയും. സോ മീറോമിക്സിസ്. ഓക്കെ. സോ അതാണ് അതിൻ്റെ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. എന്താണ്, ഒരു ഡി എൻ എ ട്രാൻസ്ഫർ, ഒരു പ്രിമിറ്റീവ് ആയിട്ടുള്ള ഒരു ഡി എൻ എ ട്രാൻസ്ഫർ, അത്രയേ ഉള്ളൂ ഒരു സെക്ഷൽ റീപ്രൊഡക്ഷൻ. അതിന് പറയുന്ന പേരാണ് മീറോമിക്സിസ്.
സോ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഏറ്റവും ഭീകരനായിട്ടുള്ള നമ്മുടെ ബാക്ടീരിയയാണ്. ദാറ്റ് ഈസ് മൈക്കോപ്ലാസ്മ. ഏറ്റവും ചെറിയ ബാക്ടീരിയ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അതിൻ്റെ സൈസ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ദ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് പഠിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞുതരാം, ഇപ്പോൾ എല്ലാം കൂടി പഠിച്ച് കൺഫ്യൂഷൻ ആക്കണ്ട. ഓക്കെ, ദെൻ മൈക്കോപ്ലാസ്മ ഏറ്റവും ചെറിയ ബാക്ടീരിയ. ഏറ്റവും ചെറിയ ബാക്ടീരിയയാണ് എന്നാൽ തന്നെ അതാണ് എന്ത്, ദ സ്മോളസ്റ്റ് ലിവിങ് സെൽസ്. അതിനേക്കാൾ സ്മോളസ്റ്റ് ആയിട്ട് കാര്യങ്ങളുണ്ടോ? ഉണ്ട്. വൈറസൊക്കെ ഉണ്ട്, പക്ഷേ അത് ലിവിങ് സെല്ലാണ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. മറ്റൊരു പ്രത്യേകത, അത് അനേറോബിക്കാണ്. അതിന് ഓക്സിജൻ വേണ്ട. ഓക്സിജൻ ഇല്ലാതെ അതിന് ജീവിക്കാൻ പറ്റും. മറ്റൊരു വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ കാര്യം, അതിന് സെൽ വോളില്ല. ഓക്കെ, സെൽ മെംബ്രെയിൻ അല്ല, സെൽ വോളില്ല. ഓക്കെ, സെൽ വോളില്ല എന്ന കാര്യം അതിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അത് അതിൻ്റെ സർവൈവലിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയാം, പെൻസിലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലേ? ഈ പെൻസിലിന് എങ്ങനെയാണ് അതിൻ്റെ മെക്കാനിസം എങ്ങനെയാണെന്ന് അറിയാമോ? പെൻസിലിൽ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ബാക്ടീരിയൻ്റെ സെൽ വോൾ ഉണ്ടാക്കുന്ന ആ മെഷീനറീനെ എന്ത് ചെയ്യും? ബ്ലോക്ക് ചെയ്യും. സോ ബാക്ടീരിയസിന് സെൽ വോൾ ഉണ്ടാക്കാൻ പറ്റത്തില്ല. അങ്ങനെ എന്തോ ബാക്ടീരിയസൊക്കെ ചത്തുപോകും. ഓക്കെ, പക്ഷേ ഇവിടെ നടക്കുന്നത് എന്താണ്? മൈക്രോപ്ലാസ്മയ്ക്ക് സെൽ വോളേ ഇല്ല. പിന്നെ പെൻസിലിന് എവിടെ പോയിട്ട് സെൽ വോൾ ഉണ്ടാക്കാൻ ബ്ലോക്ക് ചെയ്യാനാണ് അല്ലേ? അപ്പോൾ പെൻസിലിൻ്റെ ഉപയോഗം എന്താണ്? ബാക്ടീരിയസിനകത്ത് സെൽ വോളിൻ്റെ പ്രൊഡക്ഷനെ ബ്ലോക്ക് ചെയ്യുക, അതുവഴി ബാക്ടീരിയനെ കൊല്ലുക. മൈക്രോപ്ലാസ്മയ്ക്ക് സെൽ വോൾ ഇല്ല, അപ്പോൾ പെൻസിലിന് മൈക്രോപ്ലാസ്മയുടെ കേസിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ പെൻസിൽ മൈക്രോപ്ലാസ്മയുടെ കേസിനകത്ത് ഇനാക്റ്റീവ് ആണ്. അതായത് മൈക്രോപ്ലാസ്മേനെ പെൻസിലിന് ഉപയോഗിച്ച് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ കാര്യം ഒന്ന് ഓർത്തിരിക്കുക. സോ ഇത്രയാണ് നമ്മുടെ പാർട്ട് 1-നകത്തുള്ളത്. നിങ്ങൾ നിർത്തി പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു പാർട്ട് 1 എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് സ്പീഡായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം, സ്പീഡായെന്ന്. നമുക്ക് സ്ലോലി എടുക്കാം. പിന്നെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഇനിയും ഡീപ്പായി പഠിപ്പിക്കാൻ പറ്റും, അല്ലെങ്കിൽ പറയാൻ പറ്റും. പക്ഷേ അത്രയും ഡീപ്പായിട്ട് പറയുന്നില്ല. കാരണം കുറേ പേരൊക്കെ അടുത്ത നീറ്റിനെ എയിം ചെയ്ത് വന്നവരായിരിക്കും അല്ലേ? 6 മാസം കഴിയുമ്പോഴത്തേക്കുള്ള നീറ്റിനെ എയിം ചെയ്ത് പഠിക്കുന്നവരായിരിക്കും ഭൂരിഭാഗം പേരും. സോ അത്രയ്ക്കും ഡീപ്പായിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് നമുക്ക് തീർക്കാൻ പറ്റത്തില്ല. ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ ഡീപ്പായിട്ട് എടുക്കാത്തത്. പിന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോസിൻ്റെയൊക്കെ ഉപയോഗം വരുന്നത് അവസാനമാകുമ്പോഴാണ്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഇത് ഞാൻ കുറച്ച് ചെറുതായിട്ടാണ് ഇത്രയും, ഈ ചാപ്റ്ററൊക്കെ ഇത്രയും ചെറുതാക്കാനേ പറ്റത്തുള്ളൂ. ഇപ്പോൾ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും നിങ്ങൾ ഈ വീഡിയോസൊക്കെ ഒന്നുകൂടി കേട്ട് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പഠിച്ച എല്ലാ സാധനവും കിട്ടുകയും ചെയ്യും. ഞാനിപ്പോൾ എന്തൊക്കെയാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ വിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ അത് വായിക്കുമ്പോഴത്തേക്കും, നിങ്ങൾ കേൾക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. സമയവും അധികം പോകത്തില്ല. ഈ ഉപയോഗങ്ങളൊക്കെ ഉണ്ടാകും. അവസാനമാകുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അങ്ങോട്ടുള്ള വീഡിയോസ് നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം. സോ നിങ്ങൾ പരമാവധി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇതൊക്കെ ചെയ്താൽ മാത്രമേ നമുക്കൊരു എനർജി കിട്ടത്തുള്ളൂ. സോ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.